ഇത് പിന്നെ എത്ര ലിറ്റർ ഇട്ടു ഇതിന് ശരിക്കും? ഇതിന് 20 ലിറ്റർ. ഇതിങ്ങനെ പുറത്ത് കൊണ്ടുപോയി പാടത്തൊക്കെ കൊണ്ടുപോയി കെട്ടുവോ? പാടത്തൊക്കെ കൊണ്ടുപോയി കെട്ടും. ഇന്ന് രാവിലെ വയലിൽ കൊണ്ടുപോയി കെട്ടും. വയലിൽ കൊണ്ടുപോയി കെട്ടൂല? പിടിച്ച് വലിച്ചു കൊണ്ടുപോവോ? ഒരു അനുസരണ നല്ല അനുസരണാണല്ലേ? ഇതിന്റെ പേരെന്താ? ഇത് മോയനാണ്, കൊമ്പില്ലാത്ത മോയ. ഏതാണ്? ജേഴ്സി തന്നെയാണോ? ജേഴ്സി. എല്ലാം ജേഴ്സി തന്നെയാണോ വളർത്തുന്നത്? HF ഉണ്ട്, പിന്നെ പഞ്ചാബി. പഞ്ചാബി ഉണ്ടോ? പഞ്ചാബി കൊമ്പ് ഇങ്ങനെ താന്നുള്ള. അപ്പൊ ആളെ മനസ്സിലായിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ താരാണ് കേട്ടോ. മോന്റെ പേരെന്താ? എന്റെ പേര് ബിൻഷാദ്. ബിൻഷാദ്. എന്തുകൊണ്ടാണ് താരായെന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. അപ്പൊ പിന്നെ ആള് ഇങ്ങനെ പിന്നെ നമ്മള് പരിചയമില്ലാത്തവരെ കണ്ടിട്ടാണല്ലോ? പരിചയമില്ലാത്തവരെ കണ്ടിട്ടാണ്. എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിക്കാണ് ഇത്. കുട്ടീനൊക്കെ എന്തെങ്കിലും ചെയ്യാന്നുള്ള പേടിക്കാണ്. ഒന്നും ചെയ്യൂലോട്ടാ. പേടിച്ചണ്ട. അപ്പൊ മോന്റെ വിശേഷങ്ങളിലേക്ക് പോകട്ടെ നമുക്ക്. എത്ര വർഷമായി മോന് ഈ പശുവിനായിട്ട്? ഞാനൊരു 2ാം ക്ലാസ് 7 വയസ്സുള്ള ടൈമിലാണ് പഠിച്ചിട്ട്. പിന്നെ എന്താണ് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ കുട്ടികൾക്കൊക്കെ? എന്താണ് ആഗ്രഹം? എന്റെ ആഗ്രഹം കളക്ടർ, ഗ്രീൻ കളക്ടർ. അതെന്റെ ആഗ്രഹം. ഗ്രീൻ കളക്ടർ എന്ന് പറഞ്ഞാൽ? അതെന്ന് പറഞ്ഞാൽ നമ്മളെ വയലൊക്കെ സംരക്ഷിച്ച് നികത്താതെ നല്ല സംരക്ഷിക്കുന്ന ഒരു കളക്ടർ ആവാനാണ് എന്റെ ആഗ്രഹം. അതിന് കുറെ ആൾക്കാര് വയലും കുന്നൊക്കെ നികത്തി പോയി. ഒരു മരം നമുക്ക് മുറിച്ചാൽ നമുക്ക് 1000 മരം നടാം. പക്ഷെ അതുപോലെയല്ല, വയലും കുന്നും നികത്തിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വ്യത്യാസമുണ്ട്. എനിക്കിങ്ങനെ പ്രകൃതിനെ സംരക്ഷിച്ചാണ്ടുള്ള ഒരു കളക്ടർ ആവാനാണ് ആഗ്രഹം. മദ്രസയിലും സ്കൂളിലൊക്കെ പോകുമ്പോ എങ്ങനെയാ? രാവിലെ എത്ര മണിക്ക് തുടങ്ങും പരിപാടി? ഞാനൊരു 5:30 ടൈമിൽ നീക്കും. എന്നിട്ട് കുറച്ചു നേരം മദ്രസയിലെ ബുക്കൊക്കെ വായിച്ച് നമുക്ക് 6:15 മദ്രസ പോയി തിരിച്ചു വന്ന് നമ്മള് പശുവിന് വെള്ളം കാട്ടി ഒരു 7:00 തിരിച്ചു വരും. പശുവിന് വെള്ളം കാട്ടി ഒന്ന് പുറത്ത് കൊണ്ടുപോയി കെട്ടും. അപ്പൊ നമ്മള് 8:45 ആകുമ്പോ നമ്മളെ വണ്ടി, സ്കൂൾ വണ്ടി അവിടെ വരും. ബസ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ KHMHS ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അല്ല, ഞാൻ ഇപ്പൊ 8ലാണ്. ഇനി 9ാം ക്ലാസ്സിലേക്ക് എത്തി. വാളക്കുള്ള സ്കൂൾ. അപ്പൊ ഇപ്പൊ സ്കൂളില്ലാത്തോണ്ട് ഫുള്ള് അപ്പൊ ഫുള്ള് ഇതിൽ തന്നെയാണ്. സ്കൂളില്ലാത്തോണ്ട് നമുക്ക് അവധിയല്ലേ, അതുകൊണ്ട് ഫുള്ള് ഇതിൽ തന്നെ. മറ്റേ നമുക്ക് കുറച്ച് ടൈം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അക്കാദമിക്കിന്, അതായത് പഠിക്കാൻ വേണ്ടി എത്ര ടൈം മാറ്റി വെക്കും? പഠിക്കാൻ വേണ്ടി ഒരു ദിവസം നമുക്കൊരു 4 മണിക്കൂറൊക്കെ മാറ്റി വെക്കൂല? അത് നിർബന്ധമാണ് കേട്ടോ. നിർബന്ധം. കളക്ടർ എന്ന് വിചാരിച്ചാൽ മാത്രം പോരാ, അത് എഫേർട്ട് എടുക്കണം. ആ സ്വപ്നം സഫലീകരിക്കും. അതെ, അതിന് എഫേർട്ട് എടുക്കണം. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് പിന്നെ എത്ര ലിറ്റർ ഇട്ടു ഇതിന് ശരിക്കും? ഇതിന് 20 ലിറ്റർ. ഇതിപ്പോ ഫുള്ള് ഇറക്കണില്ല, പശുക്കുട്ടി കുടിക്കാണ്ടതുകൊണ്ട്. ഇത് നല്ല കൊഴുപ്പുണ്ടാവുന്നുണ്ടല്ലേ? അത് നല്ല കൊഴുപ്പുണ്ടാവും. ജേഴ്സി പശു അല്ലേ. HFന് പറഞ്ഞാൽ പാല് കൂടുതലുണ്ടാവും, കൊഴുപ്പ് കുറവാകും. ഏതോ ചായ കുടിക്കുക കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഇതാണോണ്ടല്ലേ? ഇതിപ്പോ പ്രസവിച്ചിട്ട് എത്രയായി? ഇത് പ്രസവിച്ചിട്ട് ഇപ്പൊ 5-6 ദിവസമായിട്ടുണ്ടാവും. 5-6 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ശരിക്കും കറക്കാൻ തുടങ്ങിയിട്ടില്ല, കുട്ടിക്ക് വെച്ചിരിക്കുകയാണല്ലേ? കുട്ടിക്ക് വെച്ചതാ. പിന്നെ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കറന്ന് ഒഴിവാക്കല്ലോ? ഉപയോഗിക്കുവോ? ഉപയോഗിക്കില്ല, ഇത് ഉപയോഗിക്കാൻ ആയിട്ടില്ല. കറന്ന് ഒഴിവാക്കും. പശുവിന് സ്നേഹം കൊണ്ടാണോ എന്താണ്? അത് വീട്ടിലുണ്ടായത് കൊണ്ടുള്ള? വീട്ടിലുണ്ടായി. പിന്നെ ഇങ്ങനെ പരിചയമായപ്പോ പിന്നെ അതിന് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഈ ഫീൽഡിൽ ഇങ്ങനെ വന്നത്. ഭയങ്കര ഇഷ്ടമായി. വീട്ടില് വല്യപ്പാനം എടുത്തിട്ടുണ്ടായിരുന്നു. പശു കാളകൂട്ടൊക്കെ വല്യപ്പാനത്ത് മൂരികളും കാളകളൊക്കെ. പിന്നെ ഇപ്പൊ ഇങ്ങനെ പശു അവിടെ 2 പശുക്കെ ഉണ്ടായിന്. പിന്നെ ഇപ്പൊ ഇങ്ങനെ പശുവിനെ കൊടുന്ന് പിന്നെ കണ്ടിഷ്ടായി. പിന്നെ ദീപന് വരെന്ന് തോന്നി. അപ്പാന്റെ പേര് സലീം എന്നാണ്. ഈ ജേഴ്സി മോയ എന്ന് പറയാനുള്ള കാരണം പറഞ്ഞാൽ കൊമ്പില്ല, അതാണ് മോയ എന്ന് പറയുന്നത്. അമ്മോന് പറഞ്ഞു. പിന്നെ ഈ പാല് ഇപ്പൊ ഉപയോഗിക്കില്ല, അത് എന്താ? പ്രസവിച്ച ഉടനെ ആയതുകൊണ്ടോ? പ്രസവിച്ച ഉടനെ ആവുമ്പോള് ഇത് ശരിക്കും പാലല്ല, അപ്പോൾ അത് കൊളസ്ട്രം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. കുട്ടിക്കുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ കളറൊക്കെ മാറി പാലായി മാറുമ്പോഴേന് നമ്മൾ ഉപയോഗിക്കുക. അതെങ്ങനെയാ വെച്ചാല് അത് കളർ വെള്ള കളറായി കഴിഞ്ഞാൽ നമ്മളൊന്ന് കറന്നെടുത്ത് ഒരു ഗ്ലാസ് കാച്ചി നോക്കിയാൽ പാല് കംപ്ലൈന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി പാലായി. ഇപ്പൊ നമ്മളത് കറന്ന് പാല് അടുപ്പത്ത് വെച്ചാൽ അത് പൊട്ടിപ്പോകും. അപ്പൊ പാല് കൂടുതൽ കാണുമ്പോ നിങ്ങള് അതിന് പശുവിന് അസ്വസ്ഥ ഉണ്ടാകുമ്പോ കറന്ന് ഒഴിവാക്കി? 2 നേരം കറന്ന് ഒഴിവാക്കി. ഞാൻ അകിട് കേടുവരും. പാല് അകിട് ഒഴിവാക്കി കൊടുക്കണം. ഞാൻ അകിട് കേടുന്നു. ഈ പശുവിന് പാല് നല്ല കട്ടി ഉണ്ടാവും. ഇതിൽ കൊഴുപ്പ് കൂടുതൽ. ജേഴ്സിക്ക് ഇവിടെ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് കൂടുതലുള്ള പാലാണ് ജേഴ്സി. കട്ടിയും കൂടുതലുണ്ടാവും. കട്ടി ഉണ്ടാവും. കൊഴുപ്പ് കൂടുതലാണ് കട്ടി കൂടുതലുള്ളത്. HF ആകുമ്പോ കട്ടി കുറവായിരിക്കും, പാലിന്റെ അളവ് കൂടുതലുണ്ടാവും, പാൽപ്പൊടി ഏകദേശം ഉണ്ടാവും.
ഈ ഫാറ്റ് നെയ്യ് വളരെ കുറവായിരിക്കും. ഇളം കറവിലൊക്കെ വളരെ വെള്ളം ചേർത്ത മാതിരി തോന്നും. ആളുകൾക്ക് ഇപ്പൊ നിങ്ങള് ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഏത് പശുവിനെ വാങ്ങാനാണ് ഉദ്ദേശിച്ചത്? പശുവിനെ വാങ്ങുമ്പോ എന്ന് പറഞ്ഞാല് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ ഒരു കാരണവശാലും HF പാല് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആളുകൾ വെള്ളം ചേർത്ത പാലാണ് വിചാരിക്കും. മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണം. HF കൂടെ ജേഴ്സിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പാല് നല്ല ആണെങ്കിൽ നല്ല നെയ്യുള്ള പാലാവും. അപ്പൊ പാല് വെക്കണം. മറ്റേതാവുമ്പോ പറഞ്ഞാല് അളവ് കൂടുതലുണ്ടാവും, പാലിന് ക്വാളിറ്റി കുറവായിരിക്കും. അപ്പൊ വീട്ടുകാർക്കൊക്കെ നല്ല ശരിക്കും ജേഴ്സി നല്ലേ. രണ്ടും കൂടെ നമ്മളെ പാല് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയാ വരണ്ടേ. എല്ലാ പശുക്കളും മിക്സ് ആയി പോകുന്നതുകൊണ്ട് നമ്മളെ പാലിന് ആരും കംപ്ലൈന്റ് പറയില്ല, നല്ല കുഴപ്പമുള്ള പാലായിരിക്കും. ഞാൻ ഒരു സംശയം ചോദിക്കാം, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയില്ല, പലർക്കും ബുദ്ധിമുട്ടാണ്. ഈ പശു ഈ ജേഴ്സിന്റെ പശു ഇതിനിപ്പോ ഏകദേശം എത്ര രൂപ കൊടുക്കേണ്ടി വരും ഒന്ന് വാങ്ങുകയാണെങ്കിൽ? അത് പശുവിന്റെ ക്വാളിറ്റി, ഇങ്ങനത്തെ ഒരു പശുവൊക്കെ ചുരുങ്ങത് 70-75 രൂപ കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ഒരു പശുവിന് 75 നമ്മളൊരു ശരാശരി റേറ്റ്, അതിന് മാപ്പിട്ട് കൊടുക്കേണ്ടി വരും. ശരാശരി റേറ്റ് പറഞ്ഞു മാത്രം. ഏറ്റവും ചുരുങ്ങിയത് 75 കൊടുക്കേണ്ടി വരും. പാല് 20 ലിറ്റർ പാലൊക്കെ ഉണ്ടെങ്കിൽ 75 മാപ്പിട്ട് 80-85 ഒക്കെ വരും. കൊടുക്കേണ്ടി വരും. കച്ചവടക്കാരത്ത് വീട്ടുകാരെത്താകുമ്പോ ഒരു ചെറിയ മര്യാദ റേറ്റിന് കിട്ടും. മറ്റൊരുത്താകുമ്പോ റേറ്റ് കൂടും. കുറെ കാലമായോ പശു വളർത്തൽ? ഞാൻ എന്റെ ചെറുപ്പകാലം തൊട്ട് ഇന്ന് എന്റെ വീട്ടിലുള്ളതാണ്. ആ കാലഘട്ടത്തിലുണ്ട്. അന്ന് തന്നെ നമ്മൾ ഈ മേഖലയിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ കല്യാണം കഴിക്കണ കുറച്ച് മുമ്പായിട്ട് ഒരു 3.5 വർഷം ഒരു ഗൾഫില് ജോലി ചെയ്ത്. മോന്റെ ഈ ഭയങ്കര സ്നേഹം, പശുവിനോടുള്ള സ്നേഹം, ആത്മാർത്ഥത ഇപ്പൊ വൈറലാണല്ലോ കേരളത്തിലല്ല. എന്തോ മോനെ പറ്റി എന്താ അഭിപ്രായം? മോനെ പറ്റി നല്ല അഭിപ്രായമാണ്. അവന് ചെറുപ്പത്തിനകത്ത് കണ്ടു വളർന്ന് പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ നടന്ന് പാൽ കൊടുക്കാനൊക്കെ വന്ന് പാൽ കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഫുൾ ടൈം ഇതിലയക്കണേ. സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് സ്കൂൾ പൂട്ടിയതുകൊണ്ട് ഇപ്പൊ എപ്പോഴും ഉണ്ടാവും. സ്കൂളിന്റെ ടൈം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. പച്ചക്കറി കൃഷി ഉണ്ടോ? പച്ചക്കറി ഉണ്ട്. പച്ചക്കറി, നെല്ല്, ചോളം, എല്ലാ സാധനവും ഉണ്ട്. എപ്പോ സംഭവം? ചോളം കുറച്ചും കൂടി വെട്ടാനുണ്ട്, പയറുണ്ട് ഏകദേശം. പിന്നെ അവിടെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു, വിളവെടുത്ത് കഴിഞ്ഞു തുടങ്ങി. എന്താണ് കൃഷി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒന്നിന് 4 പാട്ടിടും. ഒന്ന് പ്രസവിച്ചതുകൊണ്ട് 4 പാട്ട്. ഇത് കലക്കണ്ടല്ലേ? ഇല്ല, അത് മിക്സ് ആവും വെള്ളത്തില്. എത്ര പശുക്കളുണ്ട് നിങ്ങളടുത്ത്? നമ്മുടെ അടുത്ത് 8 പശു, 3 കുട്ടികൾ, അങ്ങനെ. അപ്പൊ ആരാ ഇതിനൊക്കെ കുളിപ്പിക്കല്? കുളിപ്പിക്കല് ഞാനും കുളിപ്പിക്കും. പിന്നെ അതുപോലെ എപ്പ ഉണ്ടാവും. ഉമ്മ കുളിപ്പിക്കോ? ഇല്ല, അമ്മ പാലാക്കാനാണ്. പാലാക്കും. പിന്നെ വല്യമ്മ കുപ്പി കഴിക്കാനും. ഇളക്കി കൊടുക്കണോ? ഇല്ലല്ലേ, വേണ്ട, കുടിക്കും. കടിച്ചു തന്നാനാണല്ലേ? കയ്യിൽ കൊടുത്താ തിന്നോ? കയ്യിൽ ഇതൊന്നും വേണ്ട, കയ്യിൽ തന്നെ കിട്ടുന്നുണ്ടല്ലേ? ഇപ്പൊ ശരിക്ക് പശുവിനെ വളർത്താൻ തുടങ്ങിയിട്ട് എത്ര കാലം? ഉപ്പന്ന് പറഞ്ഞാല് ഇപ്പൊ കൊറേ കാലമായി ദുബായി പോയിന്. അതിന് ശേഷം തുടങ്ങിയതാ ദുബായിൽ ഇങ്ങനത്തെ പണിന്, ഒട്ടകം അങ്ങനെയുള്ള പണിന്. ഓക്കെ. ആരെ കുളിപ്പിക്കല്? മോനും ഉപ്പിയും കുളിപ്പിക്കൂല? ആര് ജോലിക്കാരും ഇല്ലല്ലോ, നിങ്ങളല്ലേ വീട്ടുകാര്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മോനിക്ക് പഠിച്ചിട്ട് ഗ്രീൻ കളക്ടർ അല്ല ആവണമെന്ന് ആഗ്രഹം. ഈ ഇതില് പശുവിന്റെ രീതിയില് പിന്നെ വലിയൊരു ബിസിനസ്സുകാരനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടോ? ബിസിനസ് വലിയൊരു ഫാം ആക്കണമെന്നുണ്ട്. അത് വലിയ ഫാം ആകുമ്പോ കുറെ പാല് വിൽക്കേണ്ടി വരുമല്ലോ. അപ്പൊ പിന്നെ ഒരു എന്താണ് ആളുകൾ അറിയപ്പെടുന്ന ബ്രാൻഡ് പാലാക്കിയില്ല മാറ്റണമെന്നുണ്ട്. ഫാം ഒന്ന് വിപുലീകരിക്കണമെന്നുണ്ട്. പശുവിനൊക്കെ കൂട്ടിയതിന് ശേഷം വിപുലീകരിക്കണമെന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലല്ലേ? കൊറേ പശുക്കളൊക്കെ ഉള്ള നമ്മളെ കേരളത്തിൽ എല്ലാരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് പാല് ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ.